നമസ്കാരം. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ യുദ്ധം അന്ത്യത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചന നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ നേതാക്കളെ ഒന്നടങ്കം കൊന്നു തള്ളിയതോടെ ഏതാണ്ട് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടിൽ ട്രംപ് എത്തി നിൽക്കുന്നത്. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായി. ഇക്കാര്യമാണ് സോഷ്യൽ മീഡിയ, അതായത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ നിലവിലെ നിലപാട്. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യവും കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇറാനെതിരായ യുദ്ധത്തിൽ നിന്നും അമേരിക്ക പിന്മാറുന്നതിന്റെ സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നാണ് ട്രംപിന്റെ അഭിപ്രായം. ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പ്രഖ്യാപനവും എത്തി. എന്തായാലും ഹോർമൂസ് വഴി ചരക്കു നീക്കം നടത്തുന്ന രാജ്യങ്ങൾ തന്നെ കടലിന്റെ സുരക്ഷ ഏറ്റെടുക്കട്ടെ എന്നാണ് ഒടുവിൽ ട്രംപ് പറയുന്നത്. അതായത് കാര്യങ്ങൾ ഇത്തരത്തിലെല്ലാം കൊണ്ടെത്തിച്ചത് ട്രംപാണ് എങ്കിലും അവസാനം അങ്ങ് കൈ കഴുകുന്ന മട്ടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന്, എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ശത്രുപക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്ന ഘട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു വിദാർത്ഥവും ഇല്ല. അതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യത്തെ അയക്കാൻ മടിക്കുന്ന നാറ്റോ സഖ്യകക്ഷികളുടെ നിലപാട് വിശേഷിപ്പിക്കുന്ന മറ്റൊന്നുമല്ല, ഭീരുത്വം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതേസമയം സൗദിക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടാവുകയും 59 ഡ്രോണുകൾ തകർത്ത് എറിഞ്ഞു എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തുർക്കിയും ഒമാനും എതിരായ ആക്രമണങ്ങളിൽ പങ്കില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി പ്രതികരിച്ചത്. എന്നാൽ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയ ബ്രിട്ടന്റെ നടപടികൾ പശ്ചിമേഷ്യയിൽ പുതിയ പോരുകൾക്ക് കൂടി വഴി തുറക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഈ നീക്കം സ്വന്തം പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി മുന്നറിയിപ്പ് നൽകുന്നത്. സ്വന്തം ജനതയുടെ താല്പര്യത്തിന് വിരുദ്ധമായാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും സഹായിക്കുന്ന ബ്രിട്ടന്റെ നിലപാട് വെറും അപകടകരമെന്നല്ലാതെ എങ്ങനെയാണ് ഇറാനെ വിശേഷിപ്പിക്കാനാവുക? തിരിച്ചടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടന്റെ നടപടി സ്വാഗതം ചെയ്തുവെങ്കിലും ഇത് വളരെ വൈകിപ്പോയി എന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നിട്ടും ഇത്തരം ഒരു സഹകരണത്തിന് ഇത്രയും താമസം വന്നത് അത്ഭുതപ്പെടുത്തി എന്നാണ് ട്രംപിന്റെ വിശദീകരണം അല്ലെങ്കിൽ നിലപാട്. UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ രാത്രിയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധ സേനകൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വരാനിരിക്കുന്നത് ശത്രുക്കൾക്ക് നല്ല വർഷമായിരിക്കില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.